ദൈവതിരുനാമം മഹത്വമായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീത സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനുസ്മരണം നിർവഹിക്കുന്ന ഈ ആഴ്ചയിലെ ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തു നിന്നും ധ്യാന വിഷയമായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന സുവിശേഷം 7-ാം അധ്യായം 51-ാമത്തെ വാക്യം. മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദീമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്നറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെതിരായി നിയമ നടപടികൾ എടുക്കേണ്ടതിന് വ്യക്തമായിരിക്കുന്ന നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളുമുള്ള ഒരു സമൂഹത്തിൽ അതിന് വിപരീതമായി ഗൂഢാലോചന നടത്തി കുറ്റാരോപണങ്ങൾ നടത്തി ശിക്ഷ നിശ്ചയിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു വേറിട്ട ശബ്ദമാണ് ധ്യാന വിഷയമായി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഭാഷ ചൊവ്വാഴ്ച രാത്രി നമസ്കാരത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: നിർമ്മലനിൽ കുറ്റം ചാർത്താൻ പ്രീസകസപ്രേന്മാർ കൂടി, സൗഖ്യതനെ കൊല ചെയ്തിടാൻ കുരിശുമരം തയ്യാറാക്കി, കഷ്ടത കൈക്കൊണ്ടോൻ സ്തുത്യൻ സർവാധീശാതേ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ജനപ്രീതിയിൽ അസൂയ പൂണ്ട പരീശന്മാരും പള്ളിപ്രമാണികളും സപ്രയന്മാരും യേശുവിനെ വാക്കിൽ കൊടുക്കുവാനും അതേപോലെ തന്നെ ദൈവദൂഷകനാക്കി ചിത്രീകരിക്കുവാനും ന്യായപ്രമാണത്തിന് ലംഘകനാക്കുകയും അവിടെ നിയമപ്രകാരം കുറ്റക്കാരനാക്കുവാൻ തക്കവണ്ണം തീവ്രമായിരിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ സംഘാലയ പ്രമാണിയും അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളതായ നിക്കോദീമോസ് ഉയർത്തുന്ന ഒരു ക്രമപ്രശ്നമാണ് ചിന്തനീകരിക്കുന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിയമം ഇതിന് അനുവദിക്കുന്നുണ്ടോ? അതായത് വാദം കേൾക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കുന്നത് അന്യായമല്ലേ? ജഡ്ജ് നോട്ട് അക്കോർഡിംഗ് ടു ദ അപ്പിയറൻസ് ബട്ട് ജഡ്ജ് റൈച്ചസ് ജഡ്ജ്മെന്റ്. കാഴ്ച പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ കഥ ഓർക്കേണ്ടത്, പാലക്കാട്ടുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം. നിരപരാധിയായ ഒരാൾ തെറ്റായ വിധിക്ക് ഇരയാകുന്നതിനെ കുറിച്ച് ഈ കഥ രേഖപ്പെടുത്തുന്നു. പാലക്കാട്ടുകാരനായ ഒരു സാധാരണ കർഷകൻ, അവൻ്റെ പേര് മാധവൻ. അവൻ്റെ കൃഷിയിടങ്ങളിൽ വരിവരിയായി നിൽക്കുന്ന തെങ്ങുകളും കൃഷിയിടവും മാത്രമായിരുന്നു അയാളുടെ ലോകം. മാധവന്റെ തൊട്ടടുത്ത് പറമ്പിൽ കൃഷി ചെയ്യുന്നത് ധനവാനായിരിക്കുന്ന സ്വാർത്ഥനായ കേശവൻ എന്ന മറ്റൊരു കർഷകനും. ഒരു ദിവസം കേശവന്റെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു പഞ്ചലോഹ വിഗ്രഹം കാണാതെയായി. കേശവൻ ഉടൻ തന്നെ ആ ഗ്രാമത്തിലുള്ള ഗ്രാമത്തലവന്റെ അടുക്കൽ ഓടിച്ചെന്ന് മാധവനെതിരെ പരാതി പറയുന്നു. ഗ്രാമത്തലവൻ മാധവനെ വിളിച്ചു വരുത്തി മാധവനോട് ചോദിച്ചു. മാധവൻ പറയുന്നു, ഞാൻ സത്യം പറയുന്നു, ഞാൻ കേശവന്റെ പറമ്പിൽ പോയിരുന്നു, അത് ശരിയാണ്, പക്ഷേ വിഗ്രഹം ഞാൻ എടുത്തില്ല. പക്ഷേ കേശവന്റെ സ്വാധീനത്തിൽപ്പെട്ട ഗ്രാമീണർ മാധവനെ സംശയിച്ചു. ആരും മാധവന്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറായില്ല. ഗ്രാമത്തലവൻ മാധവന് ശിക്ഷ വിധിച്ചു. 1 മാസത്തേക്ക് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കലും ഒരു വലിയ തുക പിഴയും. എന്നാൽ സത്യം വെളിപ്പെടുവാൻ അധികം കാലമൊന്നും വേണ്ടി വന്നില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം കേശവന്റെ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തപ്പെടുവാൻ തക്കവണ്ണം പണിക്കാർ
അവന്റെ ഭവനത്തിന്റെ മേൽക്കൂരയിൽ കയറിയപ്പോൾ കേശവൻ തന്നെ ഒളിപ്പിച്ചു വെച്ച പഞ്ചവിഗ്രഹം അവിടെ നിന്ന് കണ്ടെടുത്തു. ഇത് ഗ്രാമത്തലവൻ അറിയുകയും കേശവനെ വിളിച്ച് കടുത്ത ശിക്ഷ നൽകുകയും നാട്ടുകാർ മാധവന്റെ അടുക്കൽ പോയി മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠമുണ്ട്. തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെ വെളിച്ചത്ത് വരും. നമ്മുടെ കർത്താവും നമ്മെ പല സന്ദർഭങ്ങളിൽ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മുഖം നോക്കി വിധി നടപ്പാക്കരുത്. സ്വന്തം കഴിവിലും ജ്ഞാനത്തിലും ഉയർന്നു വന്ന് ജനപ്രീതി നേടി എത്രയോ വ്യക്തിത്വങ്ങൾ ഇത്തരക്കാരുടെ ദുഷ്പ്രചരണങ്ങൾക്കും അപവാദങ്ങൾക്കുമൊക്കെ ഇരയായി ജീവിതം ഹോമിക്കപ്പെട്ടതായി ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം ഉണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ വിധി നടപ്പാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, കാഴ്ചപ്രകാരം ഉള്ള വിധി പാടില്ല. പിന്നെയോ യഥാർത്ഥമായ റൈച്ചസ് വിധി നടപ്പാക്കണം എന്നതാണ്. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് തരത്തിലുള്ള വിധിയെ പറ്റിയാണ്. ഒന്നാമതായി നാം ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത് കാഴ്ചപ്രകാരമുള്ള വിധി എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ജഡ്ജ്മെന്റ് ബൈ അപ്പിയറൻസ്? ഒരുവന്റെ വസ്ത്രം, പദവി, പെരുമാറ്റം, സൗന്ദര്യം എന്നിവയെ നോക്കിയുള്ള കുറ്റപ്പെടുത്തൽ. കൂടാതെ നമുക്ക് ലഭിച്ച പരിമിതമായ അറിവുകളുടെ വെളിച്ചത്തിൽ ഓരോ വ്യക്തികളെയും മുൻവിധിയുടെ തടവറയിലിട്ടുകൊണ്ട് വിധി കൽപ്പിക്കൽ ശ്രമിക്കുന്നതാണ് കാഴ്ചപ്രകാരമുള്ള വിധി എന്ന് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ അളവുകോൽ മറ്റുള്ളവർക്ക് ചേരില്ല. ബിഫോർ യു ജഡ്ജ് സംവൺ വാക്ക് എ മൈൽ ഓൺ ഹിസ് പാത്സ്. ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് അവന്റെ വഴിയിൽ കൂടെ കുറെ ദൂരം നടക്കണം. ഡെബാഷിഷ് വൃദ്ധ ഇങ്ങനെ പറയുന്നു: ക്ലീൻ യുവർ ഹോം ഫസ്റ്റ് ബിഫോർ കംപ്ലൈനിങ് അബൌട്ട് അതേഴ്സ്. അതായത് കാഴ്ചപ്രകാരമുള്ള വിധി ഈ ലോകത്തിൽ ഒരു ക്രൈസ്തവന് ഒരിക്കലും ഭൂഷണമല്ല എന്ന് ആദ്യ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റ് എങ്ങനെയുള്ള വിധിയാണ് നടപ്പാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ പറ്റി പറയും വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീതിയുള്ള വിധി നടപ്പിൽ വരുത്തണം. വാട്ട് ഈസ് റൈച്ചസ് ജഡ്ജ്മെന്റ്? നീതിയുള്ള വിധി ഉണ്ടാകണമെങ്കിൽ നീതിയുക്തമായ വിചാരണ വേണം. അതായത് ഡ്യൂ പ്രോസസ്. ഈ വേദഭാഗത്ത് നിന്ന് നാം കാണുന്ന ഈ ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടതായ കാര്യം, സത്യം കേൾക്കാതെ വിധി പറയരുത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടും കേൾക്കുന്ന വർത്തമാനങ്ങളും മാത്രം ആശ്രയിച്ച് വ്യക്തികളെ വിലയിരുത്തരുത്. ഈ വിശുദ്ധ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സത്യം അറിഞ്ഞു മാത്രമേ വിധി നടത്താവൂ. രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത്, നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. നീതിയുള്ള വിധി നടപ്പിലാക്കപ്പെടുവാൻ തക്കവണ്ണം നാം എടുക്കുന്ന നടപടികളിൽ അവനെ നന്നായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. സ്നേഹവും കരുണയും ഒരാളെ കുറ്റപ്പെടുന്നതിന് മുമ്പ് അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ വാക്കുകൾ കേൾക്കണം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നീതിയോടെ വിധിക്കുന്നവനാകുന്നു എന്നതാണ്. ദൈവം അനീതിയായി വിധിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഹൃദയങ്ങളെയും അറിയുന്നവനാണ്. അതിനാൽ ദൈവത്തിൻ്റെ വിധി നീതിയുള്ളതാണ്. വത്സല്യ സഹോദരങ്ങളെ, അതിനാൽ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുങ്ങുമ്പോൾ, നിക്കോദീമോസിനെ പോലെ ഒരു വേറിട്ട ശബ്ദം ഈ സമൂഹത്തിൽ നാം ആകാൻ ശ്രമിക്കണം.
ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അവോയ്ഡ് ഹേസ്റ്റി ജഡ്ജ്മെന്റ്സ്. കേട്ടറിവ് കൊണ്ട് മറ്റൊരാളെ വിധിക്കരുത്. അഡ്വോക്കസി ഫോർ ജസ്റ്റിസ്. നീതിബോധത്തോടെ വിധിക്കണം. മൂന്നാമതായി, നോട്ട് ജഡ്ജിങ് ബൈ അപ്പിയറൻസ്. പുറമേയുള്ള കാഴ്ച കൊണ്ട് വിധിക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.